ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLലെ പല ക്ലബ്ബുകളും ഇപ്പോൾ ഗുരുതരമായ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഇന്റർകാശി, ഒഡീഷ FC, മുഹമ്മദൻ SC തുടങ്ങിയ ക്ലബ്ബുകളെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ഇപ്പോൾ ചെറിയ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അവരുടെ പരിശീലകനായ ഓസ്കാർ ബ്രൂസോൺ ഇപ്പോൾ ക്ലബിനകത്ത് ഹാപ്പിയല്ല. ഈ സീസണിന് ശേഷം പരിശീലക സ്ഥാനം ഒഴിയാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന IFF ന്യൂസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഓസ്കാർ ഇപ്പോൾ ഈ പരിശീലക സ്ഥാനം രാജിവെക്കുന്നത്. ഒന്നാമത്തേത്, ഇന്ത്യൻ ഫുട്ബോളിന്റെ റോഡ് മാപ്പിന്റെ കാര്യത്തിൽ വ്യക്തതകൾ ഇല്ല. അതായത് ISLന്റെ കാര്യത്തിൽ വ്യക്തതകൾ ഇല്ല. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് പലവിധ ആശങ്കകളും ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളുടെ കരാർ പുതുക്കുന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ വന്നിട്ടില്ല. കൂടാതെ ഒരു ലോങ് ടേം വിഷൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് ഇല്ല എന്നാണ് ഈ പരിശീലകൻ വിശ്വസിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഓസ്കാർ ബ്രൂസോൺ ഇപ്പോൾ തന്റെ പരിശീലക സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ക്ലബിന്റെ പ്ലാനിങ്ങിലും മറ്റു കാര്യങ്ങളിലും ഈ പരിശീലകൻ ഹാപ്പിയല്ല. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം അദ്ദേഹം രാജിവെച്ചുകൊണ്ട് പുറത്തു പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൺഫർമേഷനുകളും ഒഫീഷ്യൽ പ്രഖ്യാപനവും ഒക്കെ വരേണ്ടതുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് കേവലം റിപ്പോർട്ട് മാത്രമാണ്. ഈ സീസണിന്റെ തുടക്കത്തിൽ ഈസ്റ്റ് ബംഗാൾ മികച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് കാലിടറി എന്നുള്ളതാണ്. നിലവിൽ 5ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത്. 9 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1ാം സ്ഥാനത്തുള്ള ടീമുമായി വലിയ ഒരു അന്തരമൊന്നുമില്ല. ഏതായാലും ഇനിയുള്ള മത്സരങ്ങൾ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മത്സരങ്ങളാണ്. മുംബൈ സിറ്റി, പഞ്ചാബ്, മോഹൻ ബഗാൻ, ഇന്റർകാശി എന്നിവരാണ് അടുത്ത മത്സരങ്ങളിലായിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.